ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന പൈനാപ്പിൾ സൂപ്ലിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് ഉടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്ത് വേവിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ, കുറച്ച് പാലോ വെള്ളമോ ചേർത്തിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പാല് തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. കോൺഫ്ലവർ നമുക്ക് ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതും മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ ഇൻസ്റ്റൻറ്റ് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഇതിൽ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഇതും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ആ ഒരു പാൽ മിശ്രിതം ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പോമോഗ്രാനറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ സൂപ്ലയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പൈനാപ്പിൾ സൂപ്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.